നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സെറിബ്രൽ പാൾസിയെക്കുറിച്ചും പുനരധിവാസ ചികിത്സാ രീതികളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടറിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതിനായി നമുക്കൊപ്പം ചേരുന്നത് തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ PMR വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ഷിബി TG ആണ്. ഡോക്ടർ സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, എന്താണ് ഈ സെറിബ്രൽ പാൾസി? അത് വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? സെറിബ്രൽ പാൾസി അഥവാ CP എന്ന് പറയുന്നത് കുട്ടിയുടെ തലച്ചോർ പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുമ്പ് തലച്ചോറിനുണ്ടായിരുന്ന ക്ഷതങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഈ സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത് ശരീരത്തിന്റെ ചലനങ്ങളെയും പേശികളുടെ പ്രവർത്തനത്തെയും ബാലൻസിനെയുമാണ് ബാധിക്കുന്നത്. ചില ആൾക്കാർക്ക് ചില കുട്ടികൾക്ക് കേൾവിശക്തി, കാഴ്ചശക്തി, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, അപസ്മാരം എന്നിവ ഇതിന്റെ കൂടെ ഉണ്ടാകാറുണ്ട്. ഇതൊരു പുരോഗമിക്കുന്ന രോഗമല്ല, തലച്ചോറിനുണ്ടാവുന്ന ക്ഷതം പുരോഗമിക്കുന്നതല്ല. എന്നാൽ ചികിത്സയും പുനരധിവാസവും പൂർണ്ണമായി ലഭിക്കാതെ വരുമ്പോൾ മസിൽ ബലംപിടുത്തം, സന്ധികളുടെ വളവ്, നടക്കാനുള്ള പ്രയാസം, നടക്കാനും ഇരിക്കാനും സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രയാസങ്ങളും ഉണ്ടാവാറുണ്ട്. സെറിബ്രൽ പാൾസി ഉണ്ടാവുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ചിലപ്പോൾ അത് മാസം തികയാതെയുള്ള പ്രസവമാവാം, അല്ലെങ്കിൽ ഭാരക്കുറവ് ഉള്ള കുട്ടികളാവാം, പ്രസവ സമയത്ത് കൃത്യമായി ഓക്സിജൻ ലഭിക്കാതെ വരുന്നത് കൊണ്ടാവാം, തലച്ചോറിലുണ്ടാവുന്ന അണുബാധകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം മുതലായ നവജാത ശിശുക്കളിലുണ്ടാവുന്ന മഞ്ഞപ്പിത്തം മുതലായ രോഗങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ ജനിതകപരമായ ചില അസുഖങ്ങൾ കൊണ്ടാവാം. ചില കാരണങ്ങൾ, പ്രത്യേകിച്ച് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയാറുമില്ല. ശരി ഡോക്ടർ, അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ആദ്യ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? അതായത് ഈ ഒരു രോഗം നേരത്തെ കണ്ടെത്തിയാലുള്ള പ്രയോജനം എന്തൊക്കെയാണ്? കുട്ടിയുടെ വളർച്ച ശരിയായില്ലെങ്കിൽ, അതായത് കുട്ടി 4 മാസമായാൽ കഴുത്തുറക്കാഞ്ഞാൽ, കമിഴ്ന്ന് വീഴാൻ തുടങ്ങാഞ്ഞാൽ, സമയത്തിന് മുട്ടിട്ടെഴയുക, നീന്തുക എന്നിവ ചെയ്യാഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ 8 മാസമാകുമ്പോഴത്തേക്കും 8-9 മാസമാകുമ്പോഴത്തേക്കും കുട്ടി ഇരിക്കാൻ തുടങ്ങാഞ്ഞാൽ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പെട്ടെന്ന് എന്താണ് ആദ്യം കാണുന്നതെന്ന് വെച്ചാൽ അടുത്തുള്ള വിദഗ്ധനെ കാണുന്നതാണ്. കേൾവിശക്തി, കാഴ്ചശക്തിയിലുള്ള വ്യത്യാസങ്ങൾ, അമ്മയുടെ കണ്ണുകളിൽ നോക്കി ചിരിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു വയസ്സിന് മുമ്പ് കുട്ടി ഏതെങ്കിലും കൈ പ്രത്യേകമായി ഉപയോഗിക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ നടക്കാനും ഇരിക്കാനും ഉള്ള ബുദ്ധിമുട്ടുകൾ കണ്ടാൽ, ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നേരത്തെ ഒരു വിദഗ്ധനെ കണ്ട് പരിശോധിക്കേണ്ടതാണ്. നേരത്തെ കണ്ടെത്തിയാലുള്ള ഗുണം, ഇതിന് പ്രധാനമായും നമ്മൾ പുനരധിവാസമാണ് ചെയ്യുന്നത്. കുട്ടിയുടെ തലച്ചോറിന് ഏറ്റവും പഠിക്കാനുള്ള കഴിവ്, പഠിച്ചും കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ഏറ്റവും കൂടുതലായി ആദ്യത്തെ 2-3 വർഷങ്ങളിലാണ് കാണുന്നത്. അതുകൊണ്ട് പുനരധിവാസ ചികിത്സയും ഏറ്റവും നേരത്തെ തുടങ്ങിയാൽ കുട്ടിക്ക് കൈകാലുകളുടെ പ്രവർത്തനം, സംസാരിക്കാനുള്ള ശേഷി എന്നിവ നമുക്ക് ട്രെയിനിങ്ങിലൂടെ ഏറ്റവും നന്നായി കുട്ടിയെ സമൂഹത്തിൽ ഇടപെടുന്ന വ്യക്തിയായി വളർത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. ശരി ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ സെറിബ്രൽ പാൾസി പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനാകുമോ? സെറിബ്രൽ പാൾസി ചികിത്സയിൽ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ പങ്ക് എന്തൊക്കെയാണ്? ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് സെറിബ്രൽ പാൾസി പൂർണ്ണമായും ചികിത്സിക്കാം എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ നമ്മൾ ഒട്ടും നിരാശപ്പെടേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും നേരത്തെ ചികിത്സയും പുനരധിവാസം ചെയ്തു കഴിഞ്ഞാൽ കുട്ടിക്ക് കൈകാലുകളുടെ പ്രവർത്തനം, നടക്കാനുള്ള കഴിവ്, സ്വന്തം കാര്യങ്ങൾ, കുളിക്കുക, ഭക്ഷണം കഴിക്കുക, സ്വന്തം കാര്യങ്ങൾ നടക്കാൻ ഉള്ള കഴിവ്, പഠിക്കാനും സമൂഹത്തിലെ സ്വതന്ത്രരായ വ്യക്തികൾ ആയി വളർത്താൻ നേരത്തെ കണ്ടെത്തിയാൽ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ചികിത്സിക്കുക എന്നല്ല, പുനരധിവാസ ചികിത്സയാണ് നമുക്ക് വേണ്ടത്. ചികിത്സിച്ച് മാറ്റാമെന്നല്ല, കുട്ടികളെ പുനരധിവസിപ്പിക്കുകയാണ് നമുക്ക് വേണ്ടത്. അത് ചെയ്യാൻ പറ്റും. ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിനെ പറ്റി ചിലർക്കെങ്കിലും അറിയുന്നുണ്ടാവില്ല. ഇതൊരു രോഗത്തെ ചികിത്സിക്കുന്ന ഒരു ശാഖയേക്കാൾ കൂടുതൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ചികിത്സാ ശാഖയാണ്. ഇപ്പോഴും സെറിബ്രൽ പാൾസി കുട്ടികളുടെ ചികിത്സയിൽ നമ്മളോടൊപ്പം ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം, ഒരു പുനരധിവാസ സംഘം എന്ന് നമുക്ക് പറയാം.
മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് നമ്മളെ കൂടെ പ്രവർത്തിക്കുന്നത്. ഇത് ഫിസിയാട്രിസ്റ്റ്, അതാ ഫിസിക്കൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് കൂടാതെ പീഡിയാട്രീഷ്യൻ, ഓർത്തോപെഡീഷ്യൻ, ന്യൂറോളജിസ്റ്റ്, സൈക്കാട്രി വിഭാഗം ഡോക്ടർമാർ, ഡെന്റൽ, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർമാരും നമ്മളെ കൂടെ ചേരുന്നുണ്ട്. അതിനോടൊപ്പം ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഓർത്തോട്ടിക് ടെക്നീഷ്യന്മാർ, സൈക്കോളജിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, അങ്ങനെ പല റീഹാബിലിറ്റേഷൻ നഴ്സ് എന്നീ തുടങ്ങിയ ഒരു വലിയ സംഘം തന്നെ കുട്ടിയുടെ ചികിത്സയ്ക്ക് നമ്മുടെ കൂടെ ഉണ്ടാകും. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പറയുകയാണെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും കോംപ്രിഹെൻസീവ് സെറിബ്രൽ പാൾസി ക്ലിനിക് ഈ സംഘത്തോടൊപ്പം ചേർന്ന് നമ്മൾ നടത്തുന്നുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് വ്യത്യാസങ്ങളും സമൂഹത്തിലേക്ക് ഇടപഴകി പൂർണ്ണമായി സ്വതന്ത്രമായി ജീവിക്കാവുന്ന തരത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നു. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ സെറിബ്രൽ പാൾസി പാരമ്പര്യമായി വരുന്ന ഒരു രോഗമാണോ? സെറിബ്രൽ പാൾസി പാരമ്പര്യമായി വരുന്ന ഒരു രോഗം അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പല കാരണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പാരമ്പര്യമായി കാണുന്ന ആണെങ്കിൽ നമ്മൾ വേറെ അസുഖങ്ങൾ ഉണ്ടോ എന്ന്, ജനറ്റിക് ഡിസീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതാണ്. സാധാരണയായും അങ്ങനെയല്ല കാണുന്നത്. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ഗർഭകാലത്തും പ്രസവ സമയത്തെല്ലാം ഈ സെറിബ്രൽ പാൾസി വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞല്ലോ, കൃത്യമായ ആന്റിനേറ്റൽ പ്രസവ സമയത്തുള്ള കൃത്യമായ ചികിത്സ ഉണ്ടാകണം. അതോടൊപ്പം ന്യൂട്രീഷൻ, അമ്മയുടെ പോഷകാഹാരങ്ങളും മറ്റും അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ അവബോധരാവണം. കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടാവണം. അതേപോലെ പ്രസവ സമയത്തുള്ള ശ്രദ്ധ, അത്യാവശ്യം വേണ്ടി വന്നാൽ നിയോനേട്രോളജിസ്റ്റ് ഉള്ള സ്ഥലങ്ങളിൽ, പീഡിയാട്രീഷ്യൻസ് ഉള്ള സ്ഥലങ്ങളിൽ പ്രസവത്തിന് ശേഷമുള്ള കെയർ, അണുബാധകളോ മറ്റോ ഉണ്ടെങ്കിൽ കൃത്യമായ സ്ട്രോക്ക് പോലെയുള്ളവ കൃത്യമായി ചികിത്സിക്കുക. ഇതൊക്കെയാണ് ഇത് വരാതിരിക്കാനുള്ള നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ. ശരി ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ പുനരധിവാസ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാമാണ്? പുനരധിവാസ ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കുട്ടികളും പ്രത്യേകരാണ്. ഒരേ ചികിത്സാ രീതി തന്നെ എല്ലാ കുട്ടികൾക്കും പറ്റില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടി ഡിസിപ്ലിനറി ടീം അല്ലെങ്കിൽ പുനരധിവാസ സംഘം ഈ കുട്ടികളെ പരിശോധിക്കുകയും ഓരോ കുട്ടികൾക്കും നമ്മളൊരു ഗോൾ, ഒരു താൽക്കാലികമായി ഷോർട്ട് ടേം ഗോളും ലോങ് ടേം ഗോളും നമ്മൾ സെറ്റ് ചെയ്യും. ഫിസിയോതെറാപ്പിസ്റ്റ് ഫിസിയോതെറാപ്പി ചികിത്സ എന്ന് പറയുന്നത് മസിലുകളുടെ ബലം, പേശി ശക്തി കൂട്ടാനും അയവ് വരുത്താനുമുള്ള മാർഗങ്ങളുമായി മുന്നോട്ട് പോകും. ഓക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത് കൈകാലുകളുടെ പ്രവർത്തനം, പിന്നെ ജീവിതത്തിൽ അവർക്ക് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ, കുളിക്കുക, പല്ല് തേക്കുക, സാധനങ്ങൾ എടുത്തു വെക്കുക എന്നിവയുള്ള സാധനങ്ങളാണ് അവർക്ക് പ്രധാനമായും ചെയ്യാൻ പറ്റുന്നത്. ആ ട്രെയിനിങ് അവരാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ നടക്കാനും ഇരിക്കാനുമുള്ള ട്രെയിനിങ്. പിന്നെ ചിലപ്പോൾ ബലപ്പെടുത്തവും മറ്റും ഉണ്ടാകുമ്പോൾ സ്പ്ലിന്റ് പോലെയുള്ള ഉപകരണങ്ങളും പ്രത്യേക തരത്തിലുള്ള ഷൂസും കുട്ടികൾക്ക് ആവശ്യം വരും. അപ്പോൾ അതിന്റെ ഒരു സഹായം അവരുടെ ഓർത്തോട്ടിസ്റ്റിന്റെ സഹായത്തോടു കൂടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കുട്ടിക്ക് ബലപ്പെടുത്തുമോ മറ്റും ഉണ്ടാകുമ്പോൾ, മസിലുകളുടെ ടൈറ്റ്നസ് അഥവാ സ്പാസ്റ്റിസിറ്റി ഉണ്ടാകുമ്പോൾ അതിനുള്ള മരുന്നുകൾ, സ്ട്രെച്ചിങ് എക്സസൈസസ്, അതിൻ്റെ കൂടെ സീരിയൽ കാസ്റ്റിംഗ്, ബൊട്ടുലിനം ടോക്സിൻ ഇഞ്ചക്ഷൻ, ചില സന്ദർഭങ്ങളിൽ ഓർത്തോപെഡീഷ്യന്റെ സഹായത്തോടുകൂടി സർജറി മുതലായ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. ഒരു പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, എപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു പ്രത്യേക കാര്യം ഇടുപ്പിലുള്ള സർവൈലൻസ് ആണ്. ഹിപ്പ് സർവൈലൻസ് ഈ കുട്ടികളുടെ കാര്യത്തിൽ വളരെ പ്രധാനമാണ്. അതും നമ്മൾ ഇതിന്റെ കൂടെ ചെയ്യുന്നു. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ സ്പാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇതിന് ചികിത്സ എന്തൊക്കെയാണ്? സ്പാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഈ സെറിബ്രൽ പാൾസി വിഭാഗത്തിൽ കുട്ടികൾക്ക് എപ്പോഴും മസിലുകൾ ഭയങ്കര മുറുക്കം കൂടുകയും ടൈറ്റ് ആവുകയും ചെയ്യും. ഇതുമൂലം കുട്ടികൾക്ക് വേദന ഉണ്ടാവാം, അല്ലെങ്കിൽ കൈകാലുകളും ശരിയായി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഇതിൽ തടസ്സമായി വരും.
മറ്റു ചിലപ്പോൾ സന്ധികൾക്ക് വളവനുഭവിക്കുകയും പിന്നീട് അവർക്ക് അവരുടെ ജീവിതത്തിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സ്ട്രെച്ചിങ്, ബലംപിടുത്തം, മസിൽ അയവ് വരുത്താനുള്ള ചികിത്സയാണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സ്പ്ലിന്റ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കും, പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിക്കും, പിന്നെ മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ ഉണ്ടാവും. അതും കഴിഞ്ഞ് നമുക്ക് പറ്റിയില്ലെങ്കിലാണ് ബോtulinum ടോക്സിൻ ഇഞ്ചക്ഷൻ മുതലായ ചികിത്സ നൽകുന്നത്. ചിലപ്പോൾ ഓർത്തോപെഡിക് സഹായത്തോടുകൂടി മസിൽ ലെങ്തനിങ് സർജറീസും മറ്റും ഇതിന്റെ കൂടെ സ്പാസ്റ്റിസിറ്റിക്ക് വേണ്ടി വരുന്നതാണ്. ശരി ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ബോട്ടോക്സ് കുത്തിവയ്പ് സെറിബ്രൽ പാൾസി ഭേദമാകാൻ എത്രത്തോളം സഹായകരമാണ്? ബോtulinum ടോക്സിൻ കുറച്ച് ചെലവേറിയ ചികിത്സയാണ്. എന്നാലും നമുക്ക് മസിലുകളുടെ ബലപ്പെടുത്തം വളരെ കൂടുമ്പോൾ, ഇടപ്പല്ലുകളുടെ സ്ഥാനം തെറ്റിപ്പോകുമ്പോൾ, ഈ മസിലുകളുടെ ബലപ്പെടുത്തം കാരണം പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് നമുക്ക് ബോtulinum ടോക്സിൻ ഇഞ്ചക്ഷൻ നമ്മൾ ചെയ്യാറുണ്ട്. അതിന്റെ ഒരു 3 മുതൽ 4 മാസം വരെയൊക്കെയാണ് കൂടുതലായിട്ടും അതിന്റെ പ്രവർത്തനം, ആ മരുന്നിന്റെ ഇഫക്റ്റ് നിലനിൽക്കുന്നത്. ആ സമയത്തിനുള്ളിൽ നമ്മൾക്ക് സ്പ്ലിന്റിങ്ങോ സീരിയൽ കാസ്റ്റിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്ത് കുട്ടികളുടെ റീഹാബിലിറ്റേഷന്റെ പുനരധിവാസ ചികിത്സയിൽ ഇരിക്കാനും നടക്കാനുമുള്ള ട്രെയിനിങ്ങും നമ്മൾ അതിന്റെ കൂടെ വ്യക്തമായി കൊടുത്താൽ ആ കുട്ടിയെ നമുക്ക് ഒരുപാട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നമുക്ക് ഒരുപാട് സഹായിക്കാനും. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ സെറിബ്രൽ പാൾസി ഉള്ള എല്ലാ കുട്ടികൾക്കും നടക്കാനാകുമോ? സാധാരണ അവർക്ക് സ്കൂളിൽ പഠിക്കാനായിട്ട് അത് ബുദ്ധിശക്തിയെയും പഠനശേഷിയെ എത്തരത്തിൽ അത് ബാധിക്കുന്നുണ്ട്? സെറിബ്രൽ പാൾസി വന്ന എല്ലാ കുട്ടികൾക്കും നടക്കാനാവും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ട്രെയിനിങ്ങിലൂടെയും പുനരധിവാസത്തിലൂടെയും ഒരുപാട് കുട്ടികൾ നടക്കുന്നുണ്ട്. സ്വതന്ത്രമായി ചില വിഭാഗം കുട്ടികൾക്ക് സ്വതന്ത്രമായി നടക്കാൻ പറ്റും. മറ്റു ചിലര് അസിസ്റ്റീവ് ഡിവൈസസ് അല്ലെങ്കിൽ സഹായ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ചില കുട്ടികൾ നടക്കുന്നത്. മറ്റു ചിലർ വീൽ ചെയർ ഉപയോഗിച്ചിട്ടാവും, വീൽ ചെയർ ഡിപ്പെൻഡന്റ് ആയിരിക്കും. എന്നാലും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അവർ സ്വതന്ത്രരായി സമൂഹത്തിൽ ഇടപഴകുക എന്നുള്ളതാണ്. നടക്കുന്നതെന്നല്ല, സ്വതന്ത്രരായി സമൂഹത്തിൽ ഇടപഴകുക എന്നതാണ്. അതിന് ഏത് മാർഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാലും അതിനാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത്. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളെ പഠനം നമ്മൾ എപ്പോഴും പുനരധിവാസ ചികിത്സയോടൊപ്പം ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത കാര്യം ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ അവരെ സാധാരണ സ്കൂളിൽ എത്രയോ കുട്ടികൾക്ക് സാധാരണ സ്കൂളിലും പഠിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ചിലപ്പോൾ ചില സഹായങ്ങൾ, ക്ലാസ്സിലേക്കുള്ള സ്റ്റെപ്പ് മാറ്റി ചില റാമ്പുകളോ ഇരിക്കാനുള്ള പ്രത്യേക സാഹചര്യങ്ങളോ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ സഹായമോ പരീക്ഷ എഴുതുമ്പോൾ കുറച്ചധികം സമയമോ അങ്ങനെ പലതും നമുക്ക് ആവശ്യമായി വരാറുണ്ട്. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള രോഗം ഈ ഒരു സെറിബ്രൽ പാൾസിക്ക് കാരണമാകുന്നുണ്ടോ? ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ പ്രസവ സമയത്ത് ഓക്സിജനോ മറ്റോ ലഭിക്കാതെ വരുമ്പോഴുള്ള കോംപ്ലിക്കേറ്റഡ് സർജറി പോലെയുള്ളവയിൽ മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. പിന്നെ അമ്മയ്ക്കുണ്ടാവുന്ന പോഷകാഹാരക്കുറവ്, വേറെ ന്യൂട്രീഷണൽ പറഞ്ഞില്ലേ, അതേപോലെ കോംപ്ലിക്കേറ്റഡ് പ്രസവം, അങ്ങനെയൊക്കെ ഇതിനെ ബാധിക്കാറുണ്ട്. ശരി ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ എല്ലാ കുട്ടികളിലും ഈ സർജറി ആവശ്യമായിട്ട് വരുന്നുണ്ടോ? ഏത് സാഹചര്യത്തിലാണ് സർജറി എന്ന് പറയുന്നത്? നമ്മൾ കൂടുതലും ശ്രദ്ധിച്ച് കൃത്യമായി നോക്കി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മള് കുട്ടികളെ കൃത്യമായി അവലോകനം ചെയ്ത് മാക്സിമം നമ്മൾ സർജറി ഇല്ലാതെ അവരുടെ റീഹാബിലിറ്റേഷൻ ചെയ്ത് പഠിച്ചിട്ട് ശേഷം മാത്രമേ സർജറി എന്ന കാര്യമുള്ളൂ. എല്ലാ കുട്ടികൾക്കും അത് ആവശ്യം വരാറില്ല, വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ ആവശ്യം വരാറുള്ളൂ. നമ്മുടെ ഇവിടെ ഓർത്തോപെഡിക്സ് വിഭാഗത്തിന്റെ സഹായത്തോടുകൂടി ആവശ്യം വരുന്ന സാഹചര്യത്തിൽ നമ്മൾ സർജറി ചെയ്യാറുമുണ്ട്. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി പോലുള്ള അവയുടെയൊക്കെ പ്രാധാന്യം എത്രത്തോളമാണ്? ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ സ്ട്രെച്ചിങ് എക്സസൈസ്,
സ്ട്രെച്ചിങ് എക്സസൈസ്, മസിലുകൾക്ക് ബലം പെടുത്താനുള്ള എക്സസൈസ് എന്നിവയാണ് ഫിസിയോതെറപ്പിയിൽ പ്രധാനമായി ഉൾക്കൊള്ളുന്നത്. മറ്റത് ഓക്യുപേഷണൽ തെറാപ്പിയുമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളാണ് ഏറ്റവും നല്ല തെറാപ്പിസ്റ്റ് കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പം കൂടുതലായും സെറിബ്രൽ പാൽസി ക്ലിനിക്കിൽ വരുന്ന കുട്ടികളെ നമ്മൾ മാതാപിതാക്കളെയും അവരെ കൂടെ വരുന്ന മുത്തശ്ശൻ, അമ്മമ്മ എന്നുള്ളവരെ കൃത്യമായി ട്രെയിൻ ചെയ്ത് എത്ര നേരം ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ട്രെയിനിങ് കൊടുത്തിട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിസിയോതെറപ്പി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിസിയോതെറപ്പിയിൽ കൂടാതെ വീട്ടിൽ വെച്ചും എക്സസൈസും മറ്റും ചെയ്യേണ്ടതാണ്. സ്പീച്ച് തെറാപ്പിയും പ്രധാനമാണ്. പല കുട്ടികൾക്കും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, കേൾവിശക്തിയിലുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവ ഉണ്ടാവാറുണ്ട്. ആശയവിനിമയമാണ് ഏറ്റവും പ്രധാനം. അത് ഏതു തരത്തിലുള്ള സംസാര രീതിയായാലും അല്ലെങ്കിൽ അന്യഭാഷയായാലും എന്തായാലും ലോകത്തോടുള്ള ആശയവിനിമയം വളരെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ലോകത്തിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കാനും സമൂഹമായി കൂടുതൽ മിങ്കിൾ ചെയ്യാനും അവർക്ക് ഇത് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതുപോലെ എല്ലാ തരത്തിലുള്ള ഈ മൾട്ടി ഡിസിപ്ലിനറി ടീമിലുള്ള എല്ലാ വിഭാഗങ്ങളും സെറിബ്രൽ പാൽസി ചികിത്സയിൽ വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ സെറിബ്രൽ പാൾസിയുള്ള കുട്ടികളിൽ കായികം, കല, സംഗീതം തുടങ്ങിയ മേഖലകളിൽ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ സാധിക്കുമോ? തീർച്ചയായും പറ്റും. ഈ സമൂഹത്തിൽ ഇടപഴകി വളരാൻ ഇതൊക്കെ പ്രധാനമാണ്. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് സ്പെഷ്യൽ പാരാലിമ്പിക്സ് മാതിരിയുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഈ പഠനത്തോടൊപ്പം ഈ രണ്ട് തെറാപ്പിയുമായി നടക്കുമ്പോൾ നമ്മൾ ഈ ചികിത്സയുമായി നടക്കുമ്പോൾ നമ്മൾ പ്രധാനമായും മറന്നു പോകുന്ന ചില കാര്യങ്ങളാണ് അവരുടെ പഠനവും കായിക മേഖലകളിൽ ഇടപഴകാനുള്ള അവരുടെ സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത്. അത് മാതാപിതാക്കളും അധ്യാപകരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവരുടെ എൻവയൺമെന്റൽ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് എന്തായാലും, കായികമായാലും കലാപരമായാലും പഠനമായാലും അവരുടെ തലച്ചോറിന്റെ വളർച്ചയ്ക്ക് വളരെയധികം ഗുണപ്പെടുത്തുന്നതാണ്. കുട്ടിക്ക് പറ്റുന്ന കഴിവുകൾ നമ്മൾ മനസ്സിലാക്കി അവരെ ട്രെയിൻ ചെയ്യുക, അവരെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചുള്ള പ്രധാന കാര്യം. അതിന് പറ്റുന്ന അധ്യാപകര്, ക്ഷമയും ഒക്കെയുള്ള അധ്യാപകരായിരിക്കണം അവരെ പഠിപ്പിക്കുന്നതെന്ന് മാത്രം. പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടത് മറ്റു കുട്ടികളുമായി എത്രത്തോളം ചെയ്യുന്നു എന്നുള്ള ഒരു താരതമ്യം ചെയ്യരുത് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കലാകായിക മത്സരങ്ങൾ പങ്കെടുക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനമായ കാര്യമായി എനിക്ക് തോന്നുന്നു. ഡോക്ടർ, നമ്മളുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടെ ചേരുന്നുണ്ട്. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് ആണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ മുഹമ്മദ്. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. എൻ്റെ വീട്ടിലെ കുട്ടി പിന്നെ പ്രസവം കഴിഞ്ഞ് ന്യൂ ബോൺ നഴ്സറി കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. 2 മാസക്കാലം അവിടെ കടന്നു. അത് കഴിഞ്ഞ് കൊണ്ടുപോന്നു. ഇപ്പോൾ 15 വയസ്സായി. അതിന് നടക്കാനോ ഇരിക്കാനോ സംസാരിക്കാനോ ഒന്നും അറിയില്ല. വായ തുറക്കും, അപ്പൊ ഭക്ഷണം കൊടുത്താൽ അതല്ലാണ്ട് ഇറങ്ങി പോകും. വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ 15 വയസ്സായി. അതിനായിട്ടൊരു മുറി സജ്ജീകരിച്ചിട്ട് അതിൽ പിന്നെ മൂത്രമൊഴിക്കലും കാസ്റ്റും മൂത്രമൊക്കെ അങ്ങനെ ഒഴിക്കുക. അത് നോക്കിക്കൊണ്ട് ഒരാളും നിൽക്കുക. ആ കുട്ടിനെ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് മാഡത്തിന് മാഡം വളരെ വിശദമായിട്ട് വളരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പൊ എനിക്ക് വിളിക്കാൻ ഒരു സംശയം, ഇതിനെ പറ്റി വല്ലതും പറയുകയാണെങ്കിലോ എന്നുള്ളത്. അതായത് അത് ഇതുവരെ ഭൂമിയും ആകാശവും അതിനെ പ്രസവിച്ച അമ്മയും അതിന്റെ രക്ഷിതാവും ഇതുവരെ ആരാണെന്നുള്ളത് പോലും അതിനറിഞ്ഞിട്ടില്ല. അപ്പൊ വയസ്സ് 15 അതാ മാഡം. മുഹമ്മദ് ചെയ്യേണ്ടത്, നമ്മൾ കാര്യമായി ചെയ്യേണ്ടത് മഞ്ചേരി മെഡിക്കൽ കോളേജിലും മറ്റും ഒരു ഫിസിക്കൽ മെഡിസിൻ വിഭാഗവുമായാണ് ബന്ധപ്പെടേണ്ടത്. കുട്ടിയെ പരിശോധിച്ചിട്ട് എന്തൊക്കെയാണ് ഈ അവസ്ഥയിൽ കുട്ടിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് PMR വിഭാഗം ഡോക്ടറിനെ കണ്ടാൽ അവർക്ക് പറഞ്ഞു തരുന്നതാണ്.
മലപ്പുറത്ത് എവിടെയാണ് വീട്? മലപ്പുറത്തല്ല, മഞ്ചേരി ആശുപത്രിന്റെ അടുത്താ. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ PMR ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗമുണ്ട്. അവിടെ ഡോക്ടർമാരുണ്ട്. അവിടെയുമായി മുഹമ്മദ് ഒന്ന് ബന്ധപ്പെടേണ്ടതാണ്. എന്താ കുട്ടീനെ പരിശോധിച്ച് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവര് പറഞ്ഞു തരും. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളായി ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. എന്തായാലും നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശരി മാഡം, താങ്ക്സ്. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ സെറിബ്രൽ പാൾസി ഉള്ള ഈ രോഗമുള്ള കുട്ടികളോട് നമ്മൾ പെരുമാറേണ്ട രീതി എങ്ങനെയാണ് അവരെ ചേർത്ത് നിർത്തേണ്ടത്? ഈ സെറിബ്രൽ പാൾസിയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് സഹതാപമല്ല, കൂടുതൽ അവസരങ്ങളാണ്. അവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുക, അവർക്ക് പുനരധിവാസത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, കലാകായിക മേളകളിൽ ഇതിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുക, സമൂഹത്തിനോട് ചേർന്ന് നമ്മളെ കൂടെ കൊണ്ടു നടന്ന് സമൂഹത്തിലൂടെ ഇടപഴകാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അതിന് ഉണ്ടാക്കേണ്ടത്. അത് അങ്ങനെയുള്ള കുട്ടിയെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ആ അച്ഛന്റെയും അമ്മയുടെയും മാത്രം ബാധ്യതയല്ല, ഒരു സമൂഹത്തിന്റെ കൂടെ ജോലിയാണ്. അതുകൊണ്ട് കൂടുതൽ സഹതാപമല്ല, കൂടുതൽ ഈ കുട്ടികൾക്ക് വളരാനുള്ള അവസരങ്ങളും പുനരധിവാസത്തിനുള്ള അവസരങ്ങൾ, കലാകായിക പങ്കെടുക്കാനുള്ള അവസരങ്ങൾ, കൂടെ ചേർന്ന് എൻവയൺമെന്റിൽ നമ്മൾ ചുറ്റുപാടിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ. പഠിത്തത്തിന്റെ കാര്യം പ്രത്യേകം പറയണം. നമ്മൾ ഇത്തരമുള്ള കുട്ടികളെ സാധാരണ സ്കൂളിൽ, ഭൗതിക നിലവാരമുള്ള കുട്ടികളെ സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ആ പഠിക്കുന്ന സ്കൂളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു സമൂഹത്തിന്റെ ബാധ്യതയാണ്. അത് അവർ ചെയ്തിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെറിബ്രൽ പാൾസിയുള്ള കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ശരി ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടെ ചേരുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് സണ്ണിയാണ് ചേരുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. സണ്ണി പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഡോക്ടർ സെറിബ്രൽ പാൾസിയെ കുറിച്ച് പറഞ്ഞ ചികിത്സാ രീതികൾ ഏതാണ്ട് ഒരു 30 വർഷം മുമ്പ് ഫിസിക്കൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റില് നിലവിലുള്ള ചികിത്സയാണ് ബോട്ടുലിസം ഇഞ്ചക്ഷൻ. എനിക്കറിയേണ്ടത് രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, പ്രിവെന്റീവായിട്ട് സെറിബ്രൽ പാൾസി വരാതെ പ്രിവെന്റീവായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് സെറിബ്രൽ പാൾസി പ്രിവെന്റ് ചെയ്യാൻ ഒരു ഡ്രൈവ് ഇല്ല? കാരണം സെറിബ്രൽ പാൾസി വന്ന കുട്ടികളുടെ കാര്യം വളരെ കഷ്ടമാണ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് ട്രീറ്റ്മെന്റ്? ഇപ്പം വിദേശ രാജ്യങ്ങളിൽ ഉള്ള ചികിത്സകളൊക്കെ വളരെ വളരെ ഡെവലപ്പ് ചെയ്തു. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ ഫിസിക്കൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റില് ഈ 30 വർഷം മുമ്പ് ഓഫർ ചെയ്ത ചികിത്സയേക്കാൾ എന്ത് ചികിത്സ പുതിയതായിട്ട് അവൈലബിൾ ആണ്, എസ്പെഷ്യലി മെഡിക്കൽ കോളേജ് സെറ്റപ്പ്? 2-3 ചോദ്യങ്ങൾ പറഞ്ഞു. എനിക്ക് കൃത്യമായിട്ട് എന്നാലും എനിക്ക് അറിയുന്ന പറയാം. നമ്മൾ മുമ്പത്തേക്കാളും സെറിബ്രൽ പാൾസി കുട്ടികൾക്ക് പുനരധിവാസ ചികിത്സ തന്നെയാണ് എല്ലാ രാജ്യങ്ങളിലും കൂടുതലായും ചെയ്യുന്നത്. അത് കുറച്ച് പ്രത്യേക ക്ലിനിക്കൽ മൾട്ടി ഡിസിപ്ലിൻ ടീം അവരെ നോക്കി കാര്യങ്ങൾ അവരെ പുനരധിവാസ ചികിത്സ ചെയ്യാണ്. നമുക്ക് കൂടുതലും വേണ്ടത് അത് ചെയ്യുന്ന രീതികളും സ്കൂളുകളിലൊക്കെ പറഞ്ഞയക്കാനുള്ള കൂടുതൽ സംവിധാനങ്ങളും ആർക്കിടെക്ചറൽ ബാരിയേഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ കുറയ്ക്കാനുമുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ സഹായം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ വേണ്ടത്. പിന്നെ പ്രിവെന്റീവ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മാസം തികയാതെ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. എത്രയും ചെറിയ കുട്ടികൾ വരെ ജീവിക്കുന്നു. അങ്ങനെയൊക്കെ അസിസ്റ്റീവ് സംവിധാനത്തോടു കൂടി ജീവിക്കുന്ന കുട്ടികൾക്കൊക്കെ കൂടുതലായിട്ടും ഇങ്ങനെയൊരു ഡെവലപ്മെന്റൽ ഡിലേയും സെറിബ്രൽ പാൾസിയും വരാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് അത് അവരുടെ പ്രസവ സംരക്ഷണവും മറ്റും കൂടുതൽ മെച്ചപ്പെട്ടിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിന്ന് പോരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് മനസ്സിലാകുന്നു. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽ മാതാപിതാക്കളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അവർ ഒരുപാട് കുട്ടികളെ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ വളർത്തിയെടുക്കാനായിട്ട് അവർ സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാതാപിതാക്കളുടെ ഒരു മാനസിക ആരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ വലിയൊരു പ്രാധാന്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാടുണ്ട്. അത് സെറിബ്രൽ പാൽസി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ അതിന്റെ കൂടെ സൈക്കോളജിസ്റ്റിന്റെയും സൈക്യാട്രി വിഭാഗത്തിന്റെയും സഹായം ലഭ്യമാണ്. ഞങ്ങളെ ആശുപത്രിയിലാവുമ്പോൾ സൈക്യാട്രി വിഭാഗവും സൈക്കോളജിസ്റ്റും പീൻ ആൻഡ് പാലിയേറ്റീവ് വിഭാഗത്തിലെ സൈക്കോളജിസ്റ്റും നമ്മളെ കൂടെ ഈ ഇത്തരം കാര്യങ്ങൾക്ക് സഹായിക്കും. മാതാപിതാക്കൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് വേണ്ടത് അവരെ കൂടെ കൂട്ടിച്ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. ഇപ്പം എല്ലാ ആഴ്ചയും വരുമ്പോഴും നമ്മൾ കൗൺസിലിങ്ങും സൈക്കാട്രിയും സൈക്കോളജി വിഭാഗത്തിന്റെ ഡോക്ടർമാരുടെയും തെറപ്പിസ്റ്റിന്റെയും സഹായത്തോടുകൂടി അവരുടെ മാനസികാരോഗ്യവും ശാരീരിക പ്രശ്നങ്ങളും കൂടി നമ്മൾ സോൾവ് ചെയ്യാൻ കഴിയുന്നത്ര പരിശ്രമിക്കാറുണ്ട്. ശരി ഡോക്ടർ, തീർച്ചയായും മാതാപിതാക്കൾ ഈ ഒരു രോഗത്തിൽ ബുദ്ധിമുട്ടുന്ന എല്ലാ മാതാപിതാക്കൾക്കുമുള്ള ഒരു വലിയൊരു ഇൻഫർമേഷനാണ് ഡോക്ടർ തന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സെറിബ്രൽ പാൾസിയെക്കുറിച്ചും പുനരധിവാസ ചികിത്സാ രീതികളെക്കുറിച്ചുമാണ് ഇന്ന് ഹലോ ഡോക്ടറിൽ നമ്മൾ സംസാരിച്ചത്. ഇന്ന് നമുക്കൊപ്പം വിവരങ്ങൾ പങ്കുവച്ചത് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ PMR വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ഷീബി DG ആണ്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.